ഹലോ ഗൈസ്, നമസ്കാരം എല്ലാവർക്കും. ഇന്ന് നമ്മുടെ കഥ പറയലിൻ്റെ 4ാമത്തെ ദിവസമാണ്. എല്ലാവർക്കും ഒരുപാട് നന്ദി. കാരണം ശരിക്കും കഴിഞ്ഞ 3 എപ്പിസോഡ് ഞാൻ ഷൂട്ട് ചെയ്തത് ഒരു ദിവസമാണ്. അപ്പം എനിക്ക് വളരെ സംശയം ഉണ്ടായിരുന്നു ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളത്. അറിയാമല്ലോ, ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. ഒരുപാട് തെറ്റുകൾ, ഒരുപാട് കുറ്റങ്ങളുണ്ടാവും. പിന്നെ കഥ പറയുക, സാധാരണ കാഴ്ചകൾ കാണിക്കുക ചെയ്യുന്നത്. അതിലുപരി കഥ പറഞ്ഞിട്ട് ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോസൊക്കെ കൂടെ എത്രത്തോളം വിജയിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേങ്കിൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു. ഫേസ്ബുക്കിലും വൈറലാണ്, അതുപോലെ യൂട്യൂബിലും എല്ലാ വീഡിയോസും മിനിമം 1,30,000 ആൾക്കാരോളം മിനിമം കാണുന്നുണ്ട്. കണ്ടവരൊക്കെ നല്ല നല്ല അഭിപ്രായങ്ങളാണ്. അപ്പം അറിയാമല്ലോ, നല്ല കമൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉത്തേജനം കിട്ടും. നമ്മൾ ബൂസ്റ്റ് കുടിക്കുന്നതിനേക്കാൾ നമുക്ക് എനർജി കിട്ടും. അങ്ങനെ ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. പിന്നെ വേറെ എന്താ, ഒരുപാട് നന്ദി. കാരണം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ വീഡിയോസിലെ കമൻറ്റ് ബോക്സ് കാണുമ്പം വളരെ സന്തോഷമുണ്ട്. ഒരുപാട് പോസിറ്റീവ് കമൻറ്റ്സാണ് വരുന്നത്. അതിലുപരി ഒരുപാട് കോമഡി കഥകൾ, കോമഡി കമൻറ്റ്സ്. ഇപ്പം തന്നെ മിനിമോളുടെ പേരിലൊക്കെ ഒരുപാട് പോലീസിന് വേണ്ടി പോയ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ കമൻറ്റ് ബോക്സ് വായിച്ചാൽ മനസ്സിലാവും. ഒരുപാട് കോമഡി കമൻറ്റ്സ് ഉണ്ട്. നമുക്ക് നല്ലവണ്ണം ചിരിക്കാൻ പറ്റുന്ന കമൻറ്റ്സ് ഉണ്ട്. ഒരുപാട് നന്ദി എല്ലാവർക്കും. അപ്പം ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ കേരള ടു സിംഗപ്പൂർ ഹിച്ച് യാത്രയുടെ കഥകളാണ്. ഒരുപാട് എപ്പിസോഡ് വേണ്ടി വരും മിക്കവാറും ഇത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ. കാരണം ഞാൻ പ്രധാനമായിട്ടും ക്യാമറയുടെ പുറകിലുള്ള കാര്യങ്ങൾ വെച്ചാൽ ഓരോ എപ്പിസോഡും ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്ത ഒരു സ്ട്രഗിൾ ഉണ്ട്. ആ സ്ട്രഗിളിനെ പറ്റിയിട്ടാണ് മെയിനായിട്ട് ഈ ഒരു സീരീസിൽ വിവരിക്കാൻ പോകുന്നത്. പിന്നെ നിങ്ങളുണ്ടോ, ഞാൻ ഈ ഇട്ട ഒരു ടീഷർട്ട് ഉണ്ടോ, ഇത് ശരിക്കും ഞാൻ ആ ഒരു കേരള ടു സിംഗപ്പൂർ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ആ സമയത്ത് 5 ടീഷർട്ട് ഞാൻ കൊണ്ടുപോയിരുന്നു. അതിൽ ഒരെണ്ണമാണ് ഞാൻ സൂക്ഷിച്ച് വെച്ചതാണ്. ഇവിടെ കാണാം, ഇവിടെ പ്രൗഡ് ടു ബി എന്ന് കാണാം. പ്രൗഡ് ടു ബി എ മലയാളി. അറിയാമല്ലോ, എൻ്റെ ക്യാപ്ഷൻ പ്രൗഡ് ടു ബി എ മലയാളി എന്നാണ്. എൻ്റെ പുതിയ ബ്രാൻഡ് ടീഷർട്ടിലൊക്കെ, വൈറ്റ് ടീഷർട്ടിലൊക്കെ ഞാൻ പ്രൗഡ് ടു ബി എ മലയാളി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് അതുതന്നെയാണ്, പ്രൗഡ് ടു ബി എ മലയാളി. പിന്നെ ഇവിടെ ഒരു മല്ലൂർ ട്രാവലറിൻ്റെ ലോഗോ കാണാം. ഇത് പഴയ മല്ലൂർ ട്രാവലറാണ്, പുതിയ മല്ലൂർ ട്രാവലറല്ല. ആ സമയത്ത് എൻ്റെ ലോഗോ പഴയതായിരുന്നു. നിങ്ങൾ കാണുന്ന വീഡിയോയിലും ലോഗോ ഒരു മഞ്ഞ കളറാണ്, വേറെ ലോഗോ കേട്ടോ. പഴയ മല്ലൂർ ട്രാവലറും യൂട്യൂബ്, ഫേസ്ബുക്കിൻ്റെ ഒക്കെ ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ സാധാരണ ഒരു ഷോപ്പിൽ നിന്ന് 200 രൂപ വാങ്ങിയ ടീഷർട്ടിൻ്റെ മുകളിൽ 100 രൂപ എങ്ങാണ്ട് ചിലവിൽ 2-3 ടീഷർട്ടിൽ ഒരേ ടൈപ്പ് പ്രിൻ്റ് അടിച്ചു കേട്ടോ, ബ്ലാക്ക്. കാരണം ആ സമയത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ അവസ്ഥ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഒരുപാട് ചേഞ്ചസ് വന്നു. നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്താൽ മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് പോകാൻ പറ്റൂ. ഒരുപാട് ചേഞ്ചസ് വന്നു. ബ്രാൻഡ് ടീഷർട്ട്സ് വന്നു. എൻ്റെ തന്നെ ഓൺ ബ്രാൻഡ് ഇറങ്ങി. ഈവൻ എൻ്റെ ട്രേഡ് മാർക്ക് വരെ രജിസ്റ്റർ ചെയ്തു. ആ ബ്രാൻഡ്, മല്ലൂർ ട്രാവലിൻ്റെ ബ്രാൻഡ് തന്നെ ഞാനിങ്ങ് എടുത്തു. മൊത്തത്തിൽ ഒരുപാട് സന്തോഷം. അപ്പം നമുക്കേതായാലും കഥകളിലേക്ക് പോകാം. പിന്നെ പലരും ലൈറ്റിങ്ങും മറ്റും ഒരുപാട് മാറ്റണമെന്ന് പറയുന്നുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാനിവിടെ ഉപയോഗിച്ച കാര്യങ്ങളൊക്കെ എൻ്റെ വീട്ടിലുള്ള കാര്യങ്ങളാണ്. ഒന്നും എനിക്ക് പുറമേ നിന്ന് വാങ്ങാൻ പറ്റിയിട്ടില്ല. ഈവൻ ക്യാമറയുടെ ട്രൈപോഡൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിഞ്ഞു, ഒരു ചൂടിക്കയറൊക്കെ കെട്ടിയിട്ടാണ് ഞാൻ ട്രൈപോഡൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ലൈറ്റിംഗ് ഒക്കെ വീട്ടിലെ എമർജൻസിയും കാര്യങ്ങളൊക്കെ അത് മാത്രമേ ഉള്ളൂ. നമുക്ക് പുറമേ വാങ്ങാൻ, പുറത്ത് കടകളിൽ നിന്നും സാധനങ്ങൾ കിട്ടാനുള്ള, പുറത്ത് പോകാനും പറ്റില്ല. അപ്പം എല്ലാം തൽക്കാലത്തൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. മൈക്ക് ആയിക്കോട്ടെ, ഒരിക്കലും ഈ G7Xലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. G7Xൻ്റെ മൈക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഞാനൊരു വെറൈറ്റി, ഞാൻ എൻ്റെ ഹീറോ 8ൻ്റെ മൈക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. രണ്ടും കൂടി സിങ്ക് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പാടാണ്. എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് കഥയിലേക്ക് കിടക്കാം. നമ്മുടെ ആ ഒരു കേരള ടു നേപ്പാൾ ഹിച്ച് യാത്രയ്ക്ക് ശേഷം ഞാൻ നാട്ടിൽ തിരിച്ചെത്തി. പിന്നെ അപ്പം നമ്മുടെ നാട്ടിലുള്ള ലോക്കൽ മാധ്യമങ്ങൾ പിന്നെ എൻ്റെ വാർത്ത കവർ ചെയ്തു. ഭയങ്കര സന്തോഷമായി. കാരണം നമ്മുടെ വാർത്തയൊക്കെ TV യിൽ വരുമെന്ന് പറയുമ്പം ലോക്കൽ മാധ്യമമാണ് നമ്മുടെ നാട്ടിലത്തെ. അതുപോലെ ചില പത്രങ്ങൾ, ദേശാഭിമാനി പത്രമായിരുന്നു ആദ്യമായിട്ട് എൻ്റെ വാർത്ത കൊടുത്തത്. അപ്പോൾ ഇതിലൊക്കെ ചെറിയൊരു കോളത്തിൽ ചെറിയൊരു ഫോട്ടോ ഒക്കെ വരുമ്പം എന്ത് സന്തോഷമാണെന്നറിയാം. ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പേപ്പറിലൊക്കെ ഫോട്ടോ വരും, അറിയാമല്ലോ നിങ്ങൾക്കല്ലേ. അങ്ങനെ ഒരുപാട് സന്തോഷിച്ചു. പിന്നെ അപ്പം ഒരുപാട് ആൾക്കാർ വിളിക്കാൻ തുടങ്ങി. പത്രത്തിൽ വാർത്തയൊക്കെ ഉണ്ട്, ആൾക്കാരൊക്കെ വിളിക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം ഞാൻ ഒരു യാത്ര പോയി വന്നിട്ട് അത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൽ വന്നു. പക്ഷേ എങ്കിൽ എല്ലാ കാര്യത്തിലും നെഗറ്റീവും പോസിറ്റീവ് ഉണ്ടാവും. പോസിറ്റീവായിട്ട് എനിക്കിത് വന്നു. പക്ഷേ നെഗറ്റീവായിട്ട് എനിക്കൊന്ന് വന്നൊരു കാര്യം ഉണ്ടായിരുന്നു. കാരണം പലരും ഞാൻ പറയുന്ന കഥകളൊന്നും വിശ്വസിക്കുന്നില്ല. കഴിഞ്ഞ 3 എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ കഥകളുണ്ട്. അതിൽ ആ കഥകൾ പറയുമ്പോൾ ആരും വിശ്വസിക്കുന്നില്ല. ഇപ്പം നിങ്ങൾക്കറിയാം ഞാൻ എന്താണ് എന്നുള്ളത്. പക്ഷെ ആ സമയത്ത് ആർക്കും അറിയില്ല ഞാൻ എന്താണ് എന്നുള്ളത്. യൂട്യൂബൊന്നും ഇല്ലല്ലോ. അപ്പം പലരും പറഞ്ഞു, നീ കള്ളത്തരം പറയുന്നതാണ്, അങ്ങനെ നടക്കൂല, പൈസ ഇല്ലാതെ എങ്ങനെ പോകാൻ പറ്റുക, നീ ചിലപ്പോൾ പൈസയൊക്കെ എടുത്തിട്ടുണ്ടാവും, നീ നമ്മളോട് കള്ളത്തരം പറയുന്നതാണ്. ആ കുട്ടിയുടെ ഫോട്ടോ കാണിച്ചപ്പോൾ ഇല്ല, അങ്ങനെയൊന്നും നടക്കാൻ ചാൻസ് ഇല്ല, ലോറിയിൽ ലിഫ്റ്റ് അടിച്ചിട്ട് എങ്ങനെയാണോ നേപ്പാളിലേക്ക് പോവുക, ഇങ്ങനെയൊക്കെ. അപ്പോൾ എൻ്റെ മനസ്സിൽ നമ്മൾ ഒരാളെ കുറ്റം പറയുക എന്ന് വെച്ചാലേ നമ്മൾ അവരെ വിജയത്തിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നു എന്നാണ്. ഒരാളെ എന്നെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ
അവരുടെ മുമ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടി പവറോട് കൂടി അതിലും വലിയ കാര്യങ്ങൾ ചെയ്യാൻ നോക്കും. അത് തന്നെയാണ് സംഭവിച്ചത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അടുത്തൊരു യാത്ര പോകണം, എല്ലാവരുടെയും മുമ്പിൽ കാണിച്ചു കൊടുക്കണം എന്നെനിക്ക് തോന്നി. അപ്പം ഞാൻ വെറുതെ എൻ്റെ വീട്ടിലിരുന്നു ഗൂഗിൾ മാപ്പ് ഓപ്പണാക്കി നോക്കിയപ്പം കേരളത്തിൽ നിന്നും റോഡ് മാർഗം സിംഗപ്പൂരേക്കൊരു വഴി കര കാണുന്നുണ്ട്. അതിനിടയിൽ എത്ര രാജ്യങ്ങളുണ്ട് എന്നൊന്നും എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ വൈഫിനോടൊക്കെ പറഞ്ഞ് എനിക്കിങ്ങനെ ഒരു യാത്ര പോകണമെന്നുണ്ട്, പിന്നെ ഒരു യാത്രയും കൂടെ പോയിട്ട് വരാം. പക്ഷേങ്കിൽ ഇത്തവണ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ തവണ ഞാൻ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോയത്. അപ്പോൾ ഞാൻ കരുതി ഓക്കെ ഇത്തവണ എനിക്ക് വീഡിയോ എടുത്ത് യൂട്യൂബിലിടാം, അങ്ങനെ കരുതി. ഞാനങ്ങനെ എൻ്റെ മൊബൈൽ കൊണ്ട് തന്നെ, എൻ്റെ ഐഫോൺ കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, നാട്ടിൽ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഞാൻ നമ്മുടെ പ്രളയം ഉണ്ടായ സമയത്ത് ഞാൻ ആലപ്പുഴയിലേക്ക് നമ്മുടെ ഇരിട്ടിയിൽ നിന്നും ലിഫ്റ്റ് അടിച്ച് ഞാൻ ആലപ്പുഴ പോയിട്ട് അവിടുത്തെ ക്ലീനിങ് പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് അവിടുന്ന് ഞാൻ വീഡിയോസൊക്കെ എടുത്തു. അത് ഞാൻ ഈ നാട്ടിൽ തിരിച്ചു വന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ആൾക്കാരെ കൊണ്ട് അത് എഡിറ്റൊക്കെ ചെയ്യിപ്പിച്ചിട്ട് ഞാനത് അപ്ലോഡ് ചെയ്തു. വ്യൂവേഴ്സൊന്നും ഇല്ല, എനിക്കൊന്ന് 500-600 വ്യൂവേഴ്സും കണ്ട് ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും പുതിയ യൂട്യൂബേഴ്സിനെ പുറത്ത് എനിക്ക് വ്യൂവേഴ്സൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാനൊരു ഈ വീഡിയോ എടുക്കുക, അപ്ലോഡ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, പഠിക്കുക, ഇതൊക്കെയായിരുന്നു എൻ്റെ ലക്ഷ്യം. അത് ഞാൻ നല്ല രീതിയിൽ ചെയ്തു. പിന്നെ അങ്ങനെ ഞാൻ എൻ്റെ അടുത്ത് അറിയാമല്ലോ ലാപ്ടോപ്പൊന്നുമില്ല, iPhone 6 ആണ് എൻ്റെ ക്യാമറ. ഞാൻ നമ്മുടെ സ്വന്തം അടുത്ത സ്ഥലത്തായ ഒരു ഇരിക്കൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് ഞാൻ എന്ത് ചെയ്തു, 7500 രൂപയ്ക്ക് ഞാനൊരു ലാപ്ടോപ്പ് വാങ്ങി. OLX കണ്ടതാണ്. നിങ്ങൾ എൻ്റെ ഗാഡ്ജറ്റുകൾ പരിചയപ്പെടുന്ന ഒരു വീഡിയോ ഒരു 4 ദിവസം മുമ്പേ ചെയ്തിരുന്നു, 4 എപ്പിസോഡ് മുമ്പ്. ആ വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് എൻ്റെ ആ ലാപ്ടോപ്പ് എന്നുള്ളത്. അത് വാങ്ങി കൊണ്ടുവന്നു. അതാണെങ്കിൽ ഫുള്ള് ഡാമേജ്, ഹാങ്, അത് ഇത് 2 GB റാമും. എൻ്റെ കയ്യിലാണെങ്കിൽ പിന്നെ വേറെ ഒന്നും സെറ്റപ്പ് ഒന്നുമില്ല, വലിയ പവർ ബാങ്ക് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എനിക്ക് ചെയ്യണം തന്നെ. അങ്ങനെ 2018 ഒക്ടോബർ സമയത്താണ് ഞാൻ യാത്ര പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. നമ്മുടെ വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു, ആദ്യത്തെ വെള്ളപ്പൊക്കമായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. ഒക്ടോബറിലാണ് യാത്ര പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. ഞാൻ നമ്മുടെ നാട്ടിലത്തെ ചെറിയൊരു ഫാൻസി ഷോപ്പുകാരുണ്ട്, ലെഗ്സ് എന്ന് പറഞ്ഞിട്ട്, അവരെനിക്കൊരു ബാഗ് സ്പോൺസർ ചെയ്തു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു സ്പോൺസർഷിപ്പാണ് എൻ്റെ ലൈഫിൽ. എൻ്റെ ഈ ഒരു യൂട്യൂബർ എന്ന ലൈഫിൽ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത് ഒരു 2000 രൂപയുടെ ഒരു ബാഗായിരുന്നു, ഒരു ട്രക്കിംഗ് ബാഗ്. ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഈ യാത്രയിൽ മുഴുവൻ ഉപയോഗിച്ചായിരുന്നു. ഞാൻ എൻ്റെ പഴയ സാധനങ്ങളൊന്നും ഒഴിവാക്കാറില്ല കേട്ടോ, എല്ലാം ഞാൻ സൂക്ഷിച്ച് വെക്കാറുണ്ട് ഓർമ്മകൾക്ക് വേണ്ടിയിട്ട്. ഞാനത് വാങ്ങി, അതിനുശേഷം അവിടെ നിന്ന് തന്നെ ഞാനൊരു വീഡിയോ ചെയ്തു. പിന്നെ ആ വീഡിയോയിൽ ഞാൻ ഇൻട്രോ ഒക്കെ ഇങ്ങനെയാണ് പറഞ്ഞത്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇതേ ഒരു യാത്രാ വീഡിയോ അല്ല കേട്ടോ, മറിച്ച് എൻ്റെ അടുത്ത യാത്രയെ പറ്റി നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ വീഡിയോ ആണ്. ഞാനൊരു യാത്ര പോവുകയാണ്. കഴിഞ്ഞ നേപ്പാൾ യാത്രയിൽ നിങ്ങളെല്ലാവരും എനിക്ക് തന്ന ആ ഒരു സഹകരണം, അല്ലെ ആ ഒരു സപ്പോർട്ട്, അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു യാത്ര, വളരെ അപകടം പിടിച്ചതായിട്ട് കൂടി ഇങ്ങനെ ഒരു യാത്ര ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. നമ്മുടെ കേരളത്തിൽ നിന്നും ഹിച്ച് ഹൈക്ക് ചെയ്തിട്ട് ഏകദേശം 7-8ഓളം ഏഷ്യൻ രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് സിംഗപ്പൂർ വരെ പോകുക, അതാണ് ടാസ്ക്. കണ്ടോ? ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അത് ശരിക്കും അവിടെ നിന്നാണ് തുടങ്ങിയത്. ആ ഒരു ഇൻട്രോയിലൂടെയാണ് ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഇൻട്രോ തുടങ്ങിയിട്ട് ഞാൻ ആദ്യമായിട്ട് എൻ്റെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന്, ട്രാവൽ വ്ളോഗ്. അങ്ങനെ യാത്ര പോകുന്ന കാര്യങ്ങളൊക്കെ അതിൽ അറിയിച്ചപ്പം ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ അതുപോലെ പല സഞ്ചാരി ഗ്രൂപ്പുകളും ട്രാവൽ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. ഇതുവഴിയൊക്കെ ഒരുപാട് ആൾക്കാർ നേപ്പാൾ യാത്രയുടെ വിവരണങ്ങൾ കേട്ടിട്ട് അവരൊക്കെ എനിക്ക് ടെക്സ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ അവരൊക്കെ ഞാൻ പോകുന്ന രാജ്യങ്ങളിലുള്ള സിംഗപ്പൂരേക്കുള്ള യാത്രാമധ്യയിൽ ഏകദേശം ഇന്ത്യ അടക്കം 9 രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്തിരുന്നു. ഇന്ത്യ കൂടാതെ 8 രാജ്യങ്ങളിലുള്ള ആൾക്കാരും അവിടെയൊക്കെ എനിക്ക് താമസ സൗകര്യം ഏർപ്പാടാക്കി തരാമെന്ന് പറഞ്ഞു വന്നു. ഞങ്ങളങ്ങനെ ചെറിയൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു, കേരള ടു സിംഗപ്പൂർ എന്ന് പറഞ്ഞ്. ഇപ്പോഴും ആ ഗ്രൂപ്പ് ഉണ്ട്. അന്ന് നമ്മൾ ആഡ് ചെയ്ത ആ മെമ്പേഴ്സൊക്കെ ഇപ്പോഴും അതിലുണ്ട്. കേരള ടു സിംഗപ്പൂർ എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ഗ്രൂപ്പ് ആഡ് ചെയ്തു. പോകുന്ന രാജ്യങ്ങളിൽ എല്ലാവരും ഞാൻ അതിൽ സേവ് ചെയ്തു. പിന്നെ അങ്ങനെ ക്യാമറ അതൊരു വലിയ പ്രശ്നമാണ്. സാമ്പത്തികമായിട്ടൊന്നും എൻ്റെ കയ്യിലില്ല. എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നുള്ളൂ. കാരണം യൂട്യൂബിൽ നിന്ന് വരുമാനമൊന്നുമില്ല. ഒരു എക്സ് ഗൾഫുകാരനാണ്, എക്സ് മിലിറ്ററി എന്ന് പറയുന്നത് പോലെ തന്നെ എക്സ് ഗൾഫുകാരനൊരു പ്രത്യേകത ഉണ്ട്. കാരണം ഗൾഫുകാർ ലീവിന് വരുന്ന ഗൾഫുകാരനാണെങ്കിൽ പോക്കറ്റിൽ പണം ഉണ്ടാവും. പക്ഷേങ്കിൽ ജോലി രാജിവെച്ചിട്ട് അല്ലെങ്കിൽ വിസ കാലാവധി തീർന്ന് നാട്ടിൽ വരുന്ന ഗൾഫുകാരനാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. ഒരു വട്ട പൂജയായിരിക്കും, ശൂന്യമായിരിക്കും. എന്ത് ജോലി ചെയ്യണം, നാട്ടിൽ എന്ത് ജോലി ചെയ്യണം എന്നൊക്കെ ഒരു ഇതുണ്ടാവും. അങ്ങനെ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് എനിക്കൊരു ഫോൺ കോൾ വന്നത്. ആദ്യം എനിക്ക് ഫേസ്ബുക്കിൽ മെസ്സേജ് വന്നു, നമ്പർ ചോദിച്ചു, ഞാൻ കൊടുത്തു. എനിക്ക് നമ്മുടെ ദുബായിലുള്ള മെട്രോ ട്രാവൽസിന് ഉടമ ഷിയാസ്ക്ക്, അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നേപ്പാൾ യാത്രയൊക്കെ ഞാൻ കണ്ടു, വളരെ നന്നായിട്ടുണ്ട്, നല്ല രീതിയിൽ പിന്നെ അടുത്ത യാത്രയും പോയി വരട്ടെ, എനിക്ക് സഹായിക്കാൻ താല്പര്യമുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു
വേണ്ട, എനിക്കൊന്നും വേണ്ട, നിങ്ങളെല്ലാവരും സപ്പോർട്ടും മതി. കാരണം ഫിനാൻഷ്യലി ഒരു സപ്പോർട്ട് വാങ്ങാനൊരു മടിയായിരുന്നു ആ സമയത്ത്. അദ്ദേഹം പറഞ്ഞു അല്ല നമുക്ക് എന്തെങ്കിലും ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഇങ്ങനെയുള്ളത്. അപ്പോൾ എന്നോട് ചോദിച്ചാൽ എങ്ങനെയാണ് പോകുന്നത്? ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്, ഐഫോൺ ഉണ്ട്, വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ക്യാമറ കഴിഞ്ഞ ഇതിൽ പൊട്ടിയതൊക്കെ അദ്ദേഹം അറിഞ്ഞിരുന്നു. അങ്ങനെ അദ്ദേഹം എനിക്കൊരു ഐഫോൺ 6 ഗിഫ്റ്റ് ആയിട്ട് തന്നു. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു നിമിഷമായിരുന്നു. കാരണം നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന മല്ലു ട്രാവലർ എന്ന ഈ ഒരു പൊസിഷനിലെത്താൻ വേണ്ടി ഇതുപോലെ ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടുണ്ട് ആ സമയത്ത്. ഞാൻ ആരും മറന്നിട്ടില്ല, എല്ലാവരെയും ഞാനിപ്പോൾ കോൺടാക്റ്റ് ഉണ്ട്. അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഈ ഒരു സീരീസിൽ എന്നെ സഹായിച്ച ഒരുപാട് വ്യക്തികളുണ്ട്. ഇതുവരെയായിട്ട് ഞാൻ അവരുടെ പേരൊന്നും പുറത്ത് വിട്ടിട്ടില്ല, പക്ഷേ ഈ ഒരു സീരീസിൽ ഞാൻ പറഞ്ഞുതരും കേട്ടോ. അങ്ങനെ അദ്ദേഹം എനിക്കൊരു ഹീറോ 6 അയച്ചു. എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ ഗോപ്രോ ഒന്നും എനിക്ക് ഉപയോഗിക്കാറില്ല. ഞാൻ നേരെ എടുത്ത് അഖിൽ പുതുശ്ശേരിൻ്റെ അടുത്ത് പോയി ഞാൻ പറഞ്ഞു എടാ എനിക്കൊരു 6 കിട്ടിയിട്ട് എനിക്കിത് ഉപയോഗിക്കാൻ പഠിക്കണം. ഓൻ അതിൻ്റെ എല്ലാം എനിക്ക് പറഞ്ഞു. അങ്ങനെ ഞാനത് പഠിച്ചു. പിന്നെ അന്നും അഖിൽ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ചെറുപ്പം മുതൽ ഒരുമിച്ചുള്ള ഫ്രണ്ട്സാണ്. അങ്ങനെ അത് പഠിച്ചു. ഞാൻ അതിൻ്റെ ഉപയോഗിക്കാനൊക്കെ പഠിച്ചു. ഗോപ്രോ എടുത്ത് നമ്മുടെ നാട്ടിലത്തെ കുട്ടികൾ കളിക്കുന്ന ഗ്രൗണ്ടിലൊക്കെ പോയി വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങി. എടുത്തിട്ട് വീഡിയോ എടുത്ത് പഠിച്ചു. പക്ഷേ അവിടെ എനിക്ക് വലിയൊരു വെല്ലുവിളി എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഈ ഗോപ്രോയിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസ് സാധാരണ G7Xനേക്കാളും മറ്റ് ക്യാമറകളെക്കാളും ഭയങ്കര മെമ്മറി കൂടുതലായിരിക്കും. ഒരു ക്ലിപ്പ് ഏകദേശം ഒരു 700 MB മുകളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ ഒരു 10 മിനിറ്റ് ക്ലിപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം 7 GB മുകളിലായി. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നം എന്ന് വെച്ചാൽ ലാപ്ടോപ്പ് താങ്ങില്ല. എന്നുവെച്ചാൽ ഒരു 10 വയസ്സുള്ള കുട്ടിയുടെ തലയിൽ 100 കിലോ അരിച്ചാക്കി വെച്ചതുപോലെ ലാപ്ടോപ്പ് കളിക്കുക. അത് ചത്ത് വീഴും, ഇടയ്ക്കിടയ്ക്ക് ഓഫായിക്കൊണ്ടേയിരിക്കും. അതിനൊക്കെ ഞാൻ പോകുമ്പോഴേ കണ്ടത് ഒരു 10 മിനിറ്റ് വീഡിയോ ആദ്യം 2 മിനിറ്റ് റണ്ടർ ചെയ്ത് പിന്നെ അതെല്ലാം കൂട്ടി ഒഴിപ്പിച്ച് 4 മിനിറ്റാക്കി, പിന്നീട് 8 മിനിറ്റാക്കി, അങ്ങനെയൊക്കെ ആയിരുന്നു സെറ്റ് ചെയ്ത് ആ സമയത്ത്. അങ്ങനെ ഏകദേശം ഒരു 10-20 ദിവസത്തോളം പ്രിപ്പയർ ചെയ്തു. ബാഗുകൾ, സാധനങ്ങൾ, ചെറിയ ടോർച്ച് ലൈറ്റുകൾ, പിന്നെ ആ ബാഗിൻ്റെ പുറത്ത് ഞാനൊരു ഫ്ലാഗ് ആഡ് ചെയ്തു. ആ സമയത്ത് ആർക്കും അങ്ങനെയുള്ള സംഭവം പരിചയമില്ലായിരുന്നു. ഞാൻ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്ന ഐഡിയകളാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം പോകുന്ന എല്ലാ രാജ്യങ്ങളും ഫ്ലാഗ് എടുത്ത് ഞാൻ ആ ബാഗിൻ്റെ മുകളിൽ മാല പോലെ കെട്ടിയിട്ടു. അതവിടെ കിടന്നു. പിന്നെ കുറച്ച് വസ്ത്രങ്ങളെടുത്തു. ഞാൻ പറഞ്ഞ ഈ ടീഷർട്ട്സ് ഞാൻ കുറച്ചെടുത്തു. പിന്നെ അങ്ങനെ 2018 ഒക്ടോബറിൽ ഞാൻ എൻ്റെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ വീട്ടിൽ നിന്ന് ആദ്യത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് എൻ്റെ വീട്ടിൽ നിന്ന്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനിങ്ങനെ കുളിച്ചിറങ്ങി ഓരോ സാധനങ്ങളെടുത്ത് ഇങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കയറുന്ന എൻ്റെ ഭാര്യയോട് ടാറ്റ പറഞ്ഞിങ്ങനെ ഇറങ്ങുന്ന ഒരു രംഗമുണ്ട്. രംഗത്തിലൂടെയാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ട്രാവൽ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലെ ബാത്റൂമിൽ നിന്നാണ് എൻ്റെ ഫസ്റ്റ് ട്രാവൽ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനത് ഒരു ഉച്ചയോടുകൂടി അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു. ഞാൻ എൻ്റെ നാട്ടിലത്തെ എല്ലാ ഫ്രണ്ട്സിനോടും പറഞ്ഞിരുന്നു എല്ലാവരും റോഡ് മേലെ നിൽക്കണം, ടാറ്റ പറയണം, ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അവർ പറഞ്ഞു വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടോ? ഞാൻ ഓക്കെ പത്രത്തിലൊക്കെ വരുമെന്ന് ചോദിച്ചു. യൂട്യൂബല്ല, പത്രത്തിലൊക്കെ വരും, കാരണം അവർക്ക് യൂട്യൂബ് ഇല്ല ആ സമയത്ത്. അപ്പോൾ എല്ലാവരും അവിടെ നേരെ നിന്നു. ഞാനിങ്ങനെ ക്യാമറ എടുത്ത് പോകുന്നു. അവരെൻ്റെ കയ്യിൽ ഇങ്ങനെ ടച്ച് ചെയ്യുന്നു. എല്ലാവരും എനിക്ക് ഹായ് പറഞ്ഞു. ഞാനിങ്ങനെ കൈക്ക് തട്ടി പോകുന്നു. അപ്പം ഞാൻ അവിടെ അറേഞ്ച് ചെയ്ത് എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അവനെ അറേഞ്ച് ചെയ്ത് ഓൾറെഡി. അവൻ ബുള്ളറ്റ് എടുത്ത് അപരിചിതനെ പോലെ വരുന്നു, അവിടെ നിർത്തുന്നു. ഞാനിങ്ങനെ കൈ കാണിക്കുന്നു. ഞാൻ ആ വണ്ടിയിൽ കയറുന്നു, കാരണം ലിഫ്റ്റ് അടിച്ചിട്ട് മാത്രമേ നമുക്ക് പോകാൻ പറ്റൂ. ഞാൻ ആ വണ്ടിയിൽ കയറി നേരെ ടൗണിലേക്ക് ചെന്നു. കാരണം അവിടുന്ന് ഒരു ഓറഞ്ച് ലോഡ് എടുക്കാൻ വേണ്ടി ഒരു ലോറി പോകുന്നുണ്ട് അമരാവതിയിലേക്ക്, മഹാരാഷ്ട്രയിലെ അമരാവതിയിലേക്ക്. അപ്പം അതിൽ എനിക്ക് പോയി കഴിഞ്ഞാൽ അങ്ങ് അമരാവതി എത്താൻ പറ്റും. ഞാൻ നേരെ ടൗണിൽ അവൻ്റെ വണ്ടിയിൽ പോയി. പിന്നെ ആ ലോറി എടുക്കുന്ന ആ ഫ്രൂട്ട്സിൻ്റെ ഷോപ്പിൻ്റെ അവിടെ കൊണ്ട് നിർത്തിയപ്പോൾ അവർ പറഞ്ഞു ഡ്രൈവർ വന്നിട്ടില്ല, രാത്രി മാത്രമേ വരുമെന്ന്. ഞാനാകെ ശശിയായിപ്പോയി. കാരണം ഞാൻ എല്ലാവരോടും ടാറ്റ പോക്കാമെന്ന് പറഞ്ഞു, ടാറ്റയും പറഞ്ഞു, എല്ലാവരും കൈയും കൊടുത്തു, എല്ലാ പിള്ളേരെയും റോഡും മേലെ നിർത്തിച്ച് ഒരു യാത്രക്ക് ഇറങ്ങിയിട്ട് പോയാലും പറയാം വണ്ടിയില്ല. അങ്ങനെ ഞാൻ മെല്ലെ വീട്ടിൽ തിരിച്ചു വന്നു. അവിടെ നിന്നു. രാത്രി ഒരു 9-10 മണിയാകുമ്പോൾ എന്നെ അവർ വിളിച്ചിട്ട് പറഞ്ഞു ലോറി റെഡി ആയിട്ടുണ്ട്, വന്നു. അഗെയിൻ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു. അവൻ എന്നെയും കൂടി ടൗണിലേക്ക് പോയി. ലോറി റെഡിയായിരുന്നു. ഒരു ഡ്രൈവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ നാട്ടിൽ നിന്ന്. അവർ ഈ അമരാവതി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഓറഞ്ച് എടുക്കാൻ പോകുന്ന ലോറിയായിരുന്നു. അങ്ങനെ അമരാവതിയിലേക്ക് പോകുന്ന ആ ഒരു ലോറിയിൽ ആ ലോറിയുടെ മുതലാളി നമ്മുടെ ബഹുമാനപ്പെട്ട ഈസക്ക, എല്ലാവരോടും പേര് പറയുന്നത് അറിയാം, നമ്മളാരും മറക്കാൻ പാടില്ല കേട്ടോ. ഈസക്ക പറഞ്ഞു നീ പോയിക്കോടാ, അവരെന്നെ പൊന്നുപോലെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ 10 മണിയോട് കൂടി ലോറി വന്നു. ഞാൻ അതിൽ കയറി. എൻ്റെ മനസ്സിൽ പേടിയോ അല്ലെങ്കിൽ സങ്കടമോ വീട്ടുകാരെ പിരിഞ്ഞിരിക്കുന്ന സങ്കടം ഒന്നുമില്ലായിരുന്നു. ഒരുതരം വാശിയായിരുന്നു. ജീവിതത്തിൽ എന്തെങ്കിലും നേടണം, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും സമ്പാദിക്കണം, ആ ഒരു വാശിയായിരുന്നു. പിന്നെ എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞൊരു സമൂഹത്തിന് മുന്നിൽ എനിക്ക് ജയിച്ചു കാണിക്കണം.
ഇപ്പോൾ ഈ ഒരു യാത്രയുടെ പ്രിപ്പറേഷനിടെ തന്നെ നാട്ടിലത്തെ ഒരുപാട് യുവാക്കളോട് ഞാൻ ചോദിച്ചു, ഞാനിങ്ങനെ യാത്ര പോകുന്നുണ്ട്, നാട്ടിലത്തെ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഞാൻ മെമ്പറായിരുന്നു, നിങ്ങളെല്ലാവരും സഹായിക്കില്ലേ? എന്നോട് പരസ്യമായിട്ട് ചിലർ പറഞ്ഞു, ഞങ്ങൾ നിന്നെ ഒന്നും ചെയ്യില്ല, മൈൻഡ് ചെയ്യില്ല, സഹായിക്കില്ല, നിന്നെ സഹായിച്ചിട്ട് നമുക്ക് എന്താ കിട്ടാനില്ലേ? ഞാൻ അന്ന് ആ ഗ്രൂപ്പിൽ നിന്നൊക്കെ എക്സിറ്റ് ആയി. ഇപ്പോഴും എൻ്റെ നാട്ടിലെ ഒരു ഗ്രൂപ്പിലും ഞാൻ, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലും ഞാനില്ല. എൻ്റെ ഈ നാട്ടിലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ പോലും ഞാനില്ല. അന്ന് എക്സിറ്റ് ആയതാണ്. അന്നും ഇന്നും എനിക്ക് നാട്ടിൽ നിന്നും വലിയ സപ്പോർട്ടില്ല. പലരും ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കേട്ടോ. അത് എനിക്ക് എൻ്റെ യാത്രകളിൽ എനിക്ക് ആകെ എനിക്ക് ഒരു മൊമെൻറ്റോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ആദരവായിട്ടോ എനിക്ക് തന്നിട്ടുള്ളത്, ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ എനിക്ക് മൊമെൻറ്റോ വന്നത് DYFI ആണ്. ഞാൻ ഒരിക്കലും രാഷ്ട്രീയ പ്രവർത്തകനല്ല, DYFIയിലെ മെമ്പർ പോലുമല്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ പഴയ മല്ലു ട്രാവലറിന്, പഴയ ലോകമൊക്കെയുള്ള ആ ഒരു മല്ലു ട്രാവലർ, ഈ സിംഗപ്പൂർ യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് ആദ്യമായിട്ട് മൊമെൻറ്റോ വന്നത് DYFI ആണ്. അതുപോലെ ഇപ്പോഴും ഓരോ യാത്രകൾ കഴിഞ്ഞ് ഞാൻ വരുമ്പോഴും അവരെന്നെ കാണാൻ വരും, അവരെനിക്ക് മൊമെൻറ്റോ തരും. കഴിഞ്ഞ കൊറോണയുടെ സമയത്ത് പോലും എൻ്റെ വീട്ടിൽ ഒരുപാട് DYFIയുടെ നേതാക്കളും ഒക്കെ വന്നിരുന്നു. അവരൊക്കെ ആശംസകൾ അറിയിക്കാനും ക്ഷേമം അന്വേഷിക്കാനൊക്കെ വന്നിരുന്നു. ഞാനൊരിക്കലും ആ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കണമല്ല, അല്ല ആ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ്റെ മെമ്പറും അല്ല. അങ്ങനെ ഇരുന്നിട്ട് കൂടി അവർ മാത്രമേ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം. രാഷ്ട്രീയം ഞാൻ പറയുന്നില്ല. ലോറിക്കകത്ത് ഡ്രൈവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ക്ലീനറൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കയറി ഒരു മൂലയിൽ അവിടെ ഇരുന്നു, എൻ്റെ ബാഗ് ഒരു സൈഡിൽ വെച്ചു. അതുപോലെ സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട്, പിന്നെ ഈ ടെൻ്റ് ഉണ്ട്. ടെൻറ്റും സ്ലീപ്പിംഗ് ബാഗ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ നേപ്പാൾ യാത്രയ്ക്ക് എടുത്ത അതേ സാധനങ്ങൾ തന്നെ. എൻ്റെ ബാഗിൻ്റെ അകത്ത് ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു, അതുപോലെ ഒരു പവർ ബാങ്ക് ഉണ്ട്, പിന്നെ വേറെ എൻ്റെ ക്യാമറേൻ്റെ ആക്സറീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു സെൽഫി സ്റ്റിക്ക്, എനിക്ക് ഷിയാസ്കാന്ന് സെൽഫി സ്റ്റിക്ക് ഉണ്ടായിരുന്നു. അതുപോലെ പ്രധാനമായിട്ട് വേറെ കാര്യം ഉണ്ടായിരുന്നു, വെള്ളപ്പൊക്കം നടന്നല്ലോ. അപ്പോൾ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു ലഘുലേഖ, വെള്ളപ്പൊക്കത്തിൽ കേരളത്തിന് പിന്നെ സഹായം നൽകണം എന്ന് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഒന്ന് ബോധവൽക്കരണം നടത്താൻ വേണ്ടിയിട്ട് ഒരു കെട്ട് ലഘുലേഖ, നമ്മുടെ കേരളത്തിലെ പ്രണയമാണ് യാത്രയോട് എന്ന് പറഞ്ഞ ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയുണ്ട്. ഒരു പക്ഷം യാത്രകൾ ഇഷ്ടപ്പെടുന്ന യുവാക്കളുടെ കൂട്ടായ്മ, യുവാക്കൾ മാത്രമല്ല യുവതികളുണ്ട്. അവരെനിക്കൊരു കെട്ട് ലഘുലേഖ കൊണ്ടു തന്നിരുന്നു. ഇത് പോകുന്ന വഴിക്ക് എല്ലാവർക്കും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അതെടുത്തിട്ട് എൻ്റെ ബാഗിൽ വെച്ചു. ഞാൻ എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പോകുന്ന വഴിക്കൊക്കെ. അങ്ങനെ യാത്ര തുടങ്ങി. ഇരിട്ടിയിൽ നിന്നും മട്ടന്നൂർ വഴി നേരെ കണ്ണൂരേക്കാണ് ലോറി പോയത്. കാരണം കണ്ണൂരിൽ നിന്ന് അവർക്ക് ക്ലീനറിയും അതുപോലെ വേറൊരു വണ്ടി ജോയിൻ ചെയ്യുന്നുണ്ട്, 2 വണ്ടികളായിട്ടാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് ഡ്രൈവർ അവിടെ ഒരു മട്ടന്നൂർ പള്ളിയുണ്ട്, പള്ളിയുടെ അവിടെ വണ്ടി നിർത്തി. അദ്ദേഹം പുറത്തിറങ്ങി പള്ളിയിൽ നമ്മൾ കാണിക്കയിടും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഭവമുണ്ട്, അതിട്ടു. കാരണമായിട്ട് പറഞ്ഞത് ഒരു യാത്ര പോവുകയാണ്. അപ്പോൾ ഒരു യാത്ര പോകുമ്പം നമ്മളവിടെ എന്തെങ്കിലും സമർപ്പിച്ച് കഴിഞ്ഞാൽ, അമ്പലമോ പള്ളിയോ എന്തോ നമ്മളവിടെ സമർപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് നമുക്കൊരു വിശ്വാസ്യത കിട്ടും, കുറച്ച് ധൈര്യം കിട്ടും, നമ്മളെ ആരോ സംരക്ഷിക്കാനുണ്ട് എന്നുള്ളതുപോലെ. നേരെ മറിച്ച് നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കുറച്ച് അഹങ്കരിച്ചിട്ട് പോയാൽ, എന്ന് വെച്ചാൽ നമ്മൾ അതിനെ പരിഹസിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് ബലം പോവും. പിന്നെ എന്തെങ്കിലും ആക്സിഡൻറ്റ് ചാൻസ് വന്നാൽ നമ്മുടെ മനസ്സിൽ വരുന്നത് അവിടെ നമ്മളത് പരിഹസിച്ചുകൊണ്ട് നമുക്ക് കിട്ടുന്ന കുറ്റമാണ് എന്ന് വരും. അങ്ങനെയൊക്കെ വരും. അപ്പം മനസ്സിന് ബലം കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ സംഭാവന എടുക്കും, അത്രയേ ഉള്ളൂ. അതല്ല, ഒരിക്കലും ദൈവങ്ങൾക്ക് ഒരിക്കലും പൈസയുടെ ആവശ്യമൊന്നുമില്ല. ദൈവങ്ങൾ ഒരിക്കലും ആ പൈസ കൊണ്ട് അവിടെ പ്രത്യേകിച്ച് കച്ചവടമോ ബിസിനസ്സോ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അവർക്ക് പണത്തിൻ്റെ ആവശ്യമില്ല. ഈ ജനങ്ങൾക്ക് മാത്രം അല്ലെങ്കിൽ മനുഷ്യർക്ക് മാത്രമേ പണത്തിൻ്റെ ആവശ്യമുള്ളൂ. മട്ടന്നൂർ വഴി ലോറി ഇങ്ങനെ കണ്ണൂരേക്ക് പോയിക്കൊണ്ടിരിക്കലാണ്. ഞാൻ എൻ്റെ ക്യാമറയിൽ ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡ്രൈവറൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്, പള്ളിയുടെ അവിടെ നിന്നൊക്കെ ഞാൻ വ്ളോഗ് ചെയ്തിരുന്നു. ഞങ്ങളങ്ങനെ പോയി കണ്ണൂരെത്തി, രാത്രി കണ്ണൂരെത്തി. അവിടുന്ന് 3 പേര് കൂടി വണ്ടി കയറി, ഒരു ക്ലീനറും അതുപോലെ പിന്നെ വേറെ ഒരു ലോറിയുടെ ഡ്രൈവറും ക്ലീനറും. കാരണം അവരുടെ വണ്ടി കുറച്ച് ദൂരെ ഉള്ളത്, അവിടം വരെ അവരും ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരുന്നു. ഞങ്ങളെല്ലാവരും പരിചയപ്പെട്ടു. ആ ലോറിക്കകത്ത് ഞങ്ങൾ ഏകദേശം ഇപ്പോൾ ഒരു 5 പേരുണ്ട്, 2 ഡ്രൈവർമാരും 2 ക്ലീനർമാരും ഞാനും. അപ്പം ഇവരെനിക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തിരുന്നു. എൻ്റെ ബാഗൊക്കെ ഒരു സ്ഥലത്ത് വെക്കാനും എൻ്റെ ലാപ്ടോപ്പൊക്കെ എടുത്ത് പുറത്തിടാനും. അപ്പം എൻ്റെ പരിപാടി എന്താ അറിയാം, ഞാൻ വ്ളോഗ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഞാൻ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കൂടുമ്പം മെമ്മറി കാർഡ് ഊരി ലാപ്പിൽ കണക്ട് ചെയ്ത് കോപ്പി ചെയ്തിട്ട് എഡിറ്റിങ്ങിന് ഇടും. കാരണം അറിയാലോ, ഒരുപാട് ഹാങ് ആകുന്നൊരു ലാപ്പാണ്. അപ്പോൾ കുറച്ചെങ്കിലും എഡിറ്റ് ചെയ്തിട്ടിട്ട് റെൻഡർ ചെയ്തിട്ട് പിന്നീട് എല്ലാം കൂടി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. എനിക്ക് എഡിറ്റിംഗ് ഒന്നും അറിയില്ല, ഞാൻ പഠിച്ചിട്ടുമില്ല. ആകെ ഇന്നും എനിക്ക് എഡിറ്റ് ചെയ്യാൻ അറിയുന്നത് ഒന്നേ ഉള്ളൂ, വീഡിയോ വലിച്ചിടുക, അതിൽ സോങ് കൊടുക്കുക, ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്യുക, സോങ് കയറ്റുക. എഫക്റ്റ് ഒന്നും എനിക്കറിയില്ല, ഇന്നും എനിക്കറിയില്ല. എൻ്റെ ഒരു വീഡിയോയിൽ പോലും നിങ്ങൾക്ക് എഫക്റ്റ് കാണാൻ പറ്റില്ല, എഫക്റ്റോ വീഡിയോ ട്രാൻസിഷൻസോ ഒന്നും കാണാൻ പറ്റില്ല.
പക്ക കാണുന്ന പോലെ തന്നെ അങ്ങനെ വലിച്ചുവിടുന്ന് ഇടുന്നു, അത്രയേ ഉള്ളൂ. അന്നും അങ്ങനെ തന്നെയായിരുന്നു. എഡ്യൂസ് 7.5 ആയിരുന്നു ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ തുടങ്ങി. ഇവരൊക്കെ വളരെ ഫണ്ണിയായിരുന്നു, ചിരിച്ചു എന്താ പറയുക, നല്ല രസമായിരുന്നു എല്ലാവരും. പിന്നെ രാത്രി ആയതോടുകൂടി നമ്മൾ സ്പ്ലിറ്റായി. അവർ വേറെ ലോറിയിലും ഞങ്ങൾ വേറെ ലോറിയിലായി. അങ്ങനെ ഞങ്ങളിങ്ങനെ മന്ദം പോയിക്കൊണ്ടിരിക്കലാണ്. കണ്ണൂരിൽ നിന്ന് നേരെ കാസർഗോഡ് വഴി അവിടുന്ന് മംഗലാപുരം വഴിയാണ് യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വളരെ പതുക്കെയാണ് പോകുന്നത്. ഒരു പുലർച്ചെ സമയത്തൊക്കെയാണ് നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മംഗലാപുരം കഴിഞ്ഞു. മുരുടേശ്വരമൊക്കെ കഴിഞ്ഞപ്പം നേരമൊക്കെ വെളുക്കാൻ തുടങ്ങി. മുരുടേശ്വരം എത്തുന്നതിന് മുമ്പ് നേരം വെളുത്തിട്ട് ഞങ്ങളൊരു സൈഡ് നിർത്തി. ഇവരൊക്കെ ഡ്രൈവർ ഉണ്ടാവും, ഒരാളെപ്പോഴും വണ്ടി ഓടിക്കുമല്ലോ. അപ്പം ക്ലീനർ കിടന്നുറങ്ങും. ഞാൻ എന്ത് ചെയ്യും, എപ്പോഴും ഉണർന്ന് നിൽക്കുന്നുണ്ടാവും, ക്യാമറയും പിടിച്ചിട്ട് എന്തെങ്കിലും കണ്ടൻസ് കിട്ടുമോ, എന്താണ് കാഴ്ചകൾ ഇത് കാണാൻ വേണ്ടി ഇങ്ങനെ ക്യാമറ ഇങ്ങനെ നോക്കി പിടിച്ചിരിക്കുന്നുണ്ടാവും. ഡ്രൈവറോട് സംസാരിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഡ്രൈവർക്ക് ഉറക്കവും കുഴപ്പമില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു വലിയൊരു കോമഡി നടന്നിരുന്നു. വലിയൊരു കോമഡി എന്ന് വെച്ചാൽ വലിയൊരു കോമഡി. കാരണം ഞങ്ങളൊരു സ്ഥലത്ത് നിർത്തി, രാവിലെ തന്നെ ഒരു ഹൈവേയുടെ ഓരത്ത് ഞങ്ങൾ നിർത്തി. ഞാൻ എൻ്റെ ക്യാമറ ഒക്കെ പിടിച്ചു. ലോറിയുടെ മുമ്പ് കൂടി ഞാനിങ്ങനെ വ്ളോഗ് ചെയ്യുന്നതാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ നിർത്തിയിട്ടുള്ളത്, പിന്നെ നമ്മളിപ്പോൾ ഇവിടെ ഇന്ന ലൊക്കേഷനിൽ എത്തിയെന്നുണ്ട്, ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്നുണ്ട്. ഞാനത് സൂപ്പറായിട്ട് വ്ളോഗൊക്കെ ചെയ്തു. പക്ഷേങ്കിൽ ആ വ്ളോഗ് ചെയ്ത ആ സാധനം, ആ ക്ലിപ്പ് ഞാനത് എഡിറ്റിങ്ങിനിട്ടു. ലോറി റണ്ണിങ്ങിലാണ് എഡിറ്റ് ചെയ്യുന്നത്, നമ്മളിവിടെ ഇരുന്നിട്ടല്ല ചെയ്യുന്നത്. എൻ്റെ ഇന്നത്തെ അനുഭവങ്ങൾ ഇന്ന് രാത്രിക്കുള്ളിലാക്കിയിട്ട് ഞാൻ എഡിറ്റ് ചെയ്യും, എന്നിട്ട് നാളെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലോറി റണ്ണിങ്ങിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് വിഷ്വൽസ് പ്രശ്നങ്ങൾ, ഒരുപാട് മ്യൂസിക് പ്രശ്നങ്ങളൊക്കെ വരും. അന്ന് എൻ്റെ വ്ളോഗ് 10 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഞാനങ്ങനെ 5-6 മണിക്കൂർ കഷ്ടപ്പെട്ട് എപ്പിസോഡ് എഡിറ്റിങ് ചെയ്തു, റെൻഡറിങ് ഇട്ട് കഴിഞ്ഞു. അപ്ലോഡിങ്ങിന് മുമ്പായിട്ട് ഞാനൊന്ന് നോക്കുമ്പോഴാണ് മനസ്സിലായത്, ഞാൻ ഈ ക്യാമറ പിടിച്ചിട്ട് ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്നത്. പുറകിൽ രണ്ടാമത്തെ ഡ്രൈവർ ടോയ്ലറ്റിൽ പോകുന്നു. മൂപ്പര് ഇങ്ങനെ വെള്ളമൊക്കെ എടുത്തിട്ട് റോഡ് സൈഡിൽ പോയിരുന്നിട്ട്, അറിയാലോ പ്രഭാത കൃത്യം നിർവഹിക്കുന്നു എൻ്റെ പുറകിലിരുന്നിട്ട്. അത് കറക്റ്റായിട്ട് എൻ്റെ വീഡിയോയിൽ വന്ന്. ഞാനാണെങ്കിൽ പടച്ചവനെ 8 മണിക്കൂർ കഷ്ടപ്പെട്ടൊരു വീഡിയോ എടുത്തിട്ട് ഇവൻ്റെ ഈ പ്രഭാത കൃത്യം കാണാൻ പോയില്ലേ, ഇനി രണ്ടാമത് മുറിച്ച് തറച്ചിടണ്ടേ, വേറെ ഡയലോഗൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ലൊക്കേഷനൊക്കെ മാറി, എവിടെയോ എത്തിയാലും എനിക്ക് കണ്ടത് തന്നെ. അങ്ങനെ രസമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ ഒരു പോർഷൻ മാത്രം മുറിച്ചു. ഒരു സംസാരിക്കുന്നതിൻ്റെ പകുതി ഒഴിവാക്കിയിട്ട് ഞാൻ മ്യൂസിക് ഇട്ട് അവനെ ഒഴിവാക്കിയിട്ട് ഇട്ടെടുത്തു. എനിക്ക് വല്ലാതെ സങ്കടം വന്നു, വല്ലാതെ ചിരിയും വന്നു, എല്ലാം കൂടി മിക്സ് ആയിരുന്നു. അങ്ങനെ അവിടെ നിർത്തി. ഇദ്ദേഹത്തിൻ്റെ പ്രഭാത കൃത്യമൊക്കെ കഴിഞ്ഞു. ഞാനും മെല്ലെ പോയി എൻ്റെ പ്രഭാത കൃത്യങ്ങളൊക്കെ നടത്തി. പറമ്പിലാണ്. ലോറിക്കാരുടെയൊക്കെ ജീവിതം നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവർ അങ്ങനെയൊന്നുമല്ല, വളരെ കഷ്ടപ്പാടാണ്. അവരുടെ കൂടെ പോകണം. പക്ഷേ അവരൊരിക്കലും നമുക്ക് കഷ്ടപ്പാടാണെന്ന് പറയില്ല. അവർക്ക് പറമ്പായാലും അവിടെ പോവും, എവിടെ വേണം പോവും, അങ്ങനെയാണ്. മുരുടേശ്വരം എത്തുന്നതിന് മുമ്പ് ഞങ്ങളൊരു ചെറിയൊരു ചായക്കടയിൽ നിർത്തി. അവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മളൊരു യാത്ര പോവുകയാണെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ നമ്മൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബൈക്കോ കാറോ എന്തോ ആയിക്കോട്ടെ, നമുക്ക് ഏത് സ്ഥലത്തും നമുക്ക് ഇഷ്ടമുള്ള ഹോട്ടലിന് മുമ്പിൽ നമുക്ക് നിർത്താം. പക്ഷേ ഈ ചരക്ക് ലോറി ഡ്രൈവർമാർക്ക് അങ്ങനെയല്ല. അവർക്കവിടെ പാർക്കിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പക്ഷേ വലിയ ലോറികൾ നമുക്ക് ഒരിക്കലും റോഡ് സൈഡിൽ നിർത്തിയിടാൻ പറ്റില്ല. അപ്പം ഒരുപാട് നല്ല ഹോട്ടലൊക്കെ ഉണ്ടാവും, പക്ഷെ അവിടെ പാർക്കിംഗ് ഉണ്ടാവില്ല. അപ്പോൾ ഇവർക്ക് അവിടെ നിർത്തിയിടാൻ പറ്റില്ല. കാരണം ലോറിയിൽ ചരക്കുണ്ടെങ്കിൽ ചിലപ്പോൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെയൊക്കെ ചരക്കുകളുണ്ടാവും. ആൾക്കാരൊക്കെ കട്ടുകൊണ്ട് പോകും. അപ്പോൾ സേഫ് ആയിരിക്കണം. അപ്പോൾ ഇവർ ചെയ്യുന്നത് വെച്ചാൽ ഇവർ എപ്പോഴും ഒരു ലൊക്കേഷൻ കാണും. ലോറിക്കാർ സ്ഥിരം റൂട്ടിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ലൊക്കേഷൻ കാണും, ലോറിയൊക്കെ ആൾക്കാരൊക്കെ നിർത്തുന്നത് സേഫായിട്ട് പാർക്കിംഗ് ഒക്കെ ഉള്ളത്. അങ്ങനെ ഒരു ചെറിയൊരു ഹോട്ടലിന് മുമ്പിൽ ഞങ്ങൾ നിർത്തി ഇറങ്ങി വണ്ടിയൊക്കെ സെറ്റാക്കി ഞങ്ങൾ കയറി. വെജാണ്, നോൺ വെജ് അല്ല. ദോശയും ചായയൊക്കെ കുടിച്ചു. അവരാണ് പൈസ കൊടുത്തത്, ഞാനല്ല. എൻ്റെ കയ്യിൽ പൈസയുണ്ട്. എൻ്റെ കയ്യിൽ യാത്രക്കും ഭക്ഷണത്തിനും വിസക്കും ഒക്കെയുള്ള പൈസ എൻ്റെ കയ്യിലുണ്ട്. ട്രാവലിംഗ് മാത്രമാണ് ഹിച്ച് ഹൈക്കിങ്. ഒരിക്കലും ഞാനിവിടെ ക്യാഷ്ലെസ് ട്രാവലിംഗ് അല്ല ചെയ്യുന്നത്. കാരണം ഒരു രാജ്യം വിട്ട് പുറത്തു പോകുമ്പോൾ നമ്മൾ മറ്റ് രാജ്യത്ത് പോയിട്ട് നമ്മൾ മറ്റുള്ളവരുടെ ഭക്ഷണത്തിനും ഒക്കെ നമ്മൾ യാചന തന്നെ യാചിക്കുക എന്ന് വെച്ചാൽ അതൊരിക്കലും നല്ലതല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ മോശമാണെന്ന് എനിക്കൊരു ഫീൽ. അതുകൊണ്ട് ഒരിക്കലും ഈ യാത്രയിൽ ഞാൻ ക്യാഷ്ലെസ് ട്രാവലിംഗ് ചെയ്തിട്ടില്ല. മാന്യമായിട്ട് താമസത്തിനും അതുപോലെ ഭക്ഷണത്തിനുള്ള പണം ഞാൻ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരാണ് ഫുഡിൻ്റെ പൈസ കൊടുത്തത്. രാവിലെ അവിടെ നിന്ന് നമ്മളങ്ങനെ യാത്ര തിരിച്ചു നേരെ നല്ല രസം. മുരുടേശ്വരം കഴിഞ്ഞു.
നമ്മൾ യെല്ലാപ്പൂർ ഹുബ്ലി വഴി അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ യെല്ലാപ്പൂർ എത്തുന്നതിന് മുമ്പ് മീൻസ് ഗോവയല്ലാതെ ഹൈവേ നമ്മൾ വേറെ ചെറിയൊരു ടേൺ ചെയ്തു യെല്ലാപ്പൂരേക്കുള്ള റോഡ് കയറി. ആ റോഡ് കയറി അങ്ങനെ യാത്ര പോകുന്നു. അവിടെ ശരിക്കും നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ ഉണ്ട്. ചെങ്കലിൻ്റെ മതിലുകളും പിന്നെ ഒരു കാസർഗോഡ് ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കാസർഗോഡ് ഉള്ളേരിയിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്ന ചില കാഴ്ചകളുണ്ട്. ചെങ്കല്ലും അതുപോലെ കശുവണ്ടി തോട്ടങ്ങളൊക്കെ ആയിട്ട് പ്രത്യേക തരത്തിലുള്ള ചെടികളൊക്കെ അതന്നെ എനിക്ക് അവിടെ ഫീൽ തനി കേരളം. പക്ഷേ പിന്നീട് ആഫ്രിക്കൻ യാത്രയിലൊക്കെ കണ്ടപ്പോൾ എനിക്കിപ്പോൾ അത് വലിയ സംഭവമായിട്ട് തോന്നുന്നില്ല. പിന്നെ അതുവഴി പോയി ഞങ്ങളങ്ങനെ യെല്ലാപ്പൂരെത്തി. യെല്ലാപ്പൂർ ശരിക്കും അതൊരു വല്ലാതൊരു സ്ഥലം കേട്ടോ. ഈ റൂട്ടിൽ പോയ എന്ന് വെച്ചാൽ ഈ ഒരു മഹാരാഷ്ട്ര റൂട്ടിലേക്ക് പോയ ലോറിക്കാർ ഒരിക്കലും യെല്ലാപ്പൂർ മറക്കില്ല. ആ സ്ഥലത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ആ ഒരു ഏരിയ ഉണ്ട്. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ലോറിക്കാരുണ്ടെങ്കിൽ ഇപ്പോൾ പ്രവാസികളോ മറ്റോ ആയിരിക്കും, അവർ നാട്ടിൽ പണ്ട് ലോറി ഡ്രൈവേഴ്സ് ആയിരിക്കും. അവരുടെ മനസ്സിൽ പെട്ടെന്ന് യെല്ലാപ്പൂർ എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതിന് എന്താണ് യെല്ലാപ്പൂരിൻ്റെ വിശേഷം എന്നല്ലേ? അതൊരു ചിഹ്നമാണ്, ലോറിക്കാരുടെ ചിഹ്നം കേട്ടോ. നമുക്കേതായാലും യെല്ലാപ്പൂരിൻ്റെ വിശേഷങ്ങളും അവിടുന്ന് അങ്ങോട്ടേക്ക് അമരാവതിയിലെ വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം. എല്ലാവരും അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ തരിക. ഒരുപാട് ചേഞ്ചസ് ഞാൻ വരുത്തിയിട്ടുണ്ട് സൗണ്ടിലും ലൈറ്റ്നിങ്ങിലൊക്കെ. നിങ്ങൾ കഴിഞ്ഞ സീരീസ് പറഞ്ഞതൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഒക്കെ എല്ലാം എന്നോട് പറയുക കേട്ടോ. അടുത്ത എപ്പിസോഡ് വരുന്ന എപ്പിസോഡ് ഞാനൊക്കെ ശരിയാക്കുന്നതായിരിക്കും. അപ്പം ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത എപ്പിസോഡ് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.